نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ما أصاب من مصيبة في الأرض ولا في أنفسكم إلا في كتاب من قبل أن نبرأها إن ذلك على الله يسير يا أيها الناس أوصيكم وإياي أولا بتقوى الله സ്നേഹാദനീയരായ സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കൽ അനുസരിച്ചുകൊണ്ടും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യ പിൻപറ്റിക്കൊണ്ടും ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. വീണ്ടും ഒരു പ്രകൃതി ദുരന്തത്തിന് നമ്മുടെ കേരളം സാക്ഷിയായിരിക്കുന്നു. ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ ഏറെ ഭീതിതമായ പ്രയാസകരമായ സംഭവങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സംഭവിച്ചു വന്നത്. കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രി വയനാട് ജില്ലയിൽ നടന്ന ദുരന്തം കേരളക്കരയെ സംബന്ധിച്ചിടത്തോളം ഏതൊരു മനുഷ്യന്റെ ജീവിതത്തിലും അവൻ്റെ മനസ്സിന് നോവായി, സങ്കടമായി തീർന്ന നിമിഷങ്ങളായിരുന്നു. 200-ലധികം ആളുകൾ മരണപ്പെടാനും ഒട്ടേറെ ആളുകൾക്ക് വീടുകൾ നഷ്ടപ്പെടാനും ഒട്ടേറെ ആളുകൾ, കുട്ടികൾ അനാഥരാവാനും മാതാപിതാക്കൾക്ക് മക്കൾ നഷ്ടപ്പെടാനും ഒക്കെ ആ ഒരു ദുരന്തം കാരണമായി. അതിൽ മരണപ്പെട്ടവർക്കെല്ലാം അള്ളാഹു ഷഹീദിന്റെ പ്രതിഫലം നൽകുകയും അവരുടെ കുടുംബത്തിന് അള്ളാഹു സമാധാനം നൽകുകയും ചെയ്യുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, ഇത്തരത്തിലൊരു ദുരന്തം കടന്നു വരുമ്പോൾ സമൂഹം പല രൂപത്തിലാണ് ചിന്തിക്കാറുള്ളത്. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പഴിചാരി നീങ്ങുന്നവരും ഇനി നമ്മൾ എന്ത് ചെയ്യും എന്ന ആശങ്കയോടുകൂടി പരസ്പരം നോക്കുന്നവരും, ഒന്നും ചെയ്യാനില്ലാതെ മാറി നിൽക്കുന്നവരും, ആരെങ്കിലും വല്ലതും ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ കളിയാക്കുന്ന, അതിനെ പരിഹസിക്കുന്ന ആളുകളുമൊക്കെ നമ്മുടെ സമൂഹത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും.
എന്നാൽ മറ്റൊരാളെ പോലെയുമല്ല വിശ്വാസി. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഏതൊരു സംഭവത്തിലും അവൻ ചിന്തിക്കാനും അവൻ അതിൽ നിന്ന് ഗുണപാഠം ഉൾക്കൊള്ളാനും കഴിയുന്നവനാണ്. എത്രയോ ദുരന്തങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഓരോ ദുരന്തങ്ങൾ കഴിയുമ്പോഴും പിന്നീട് മറന്നു പോവുകയും അടുത്ത ദുരന്തം വരുന്ന സമയത്ത് കണ്ണു തുറിക്കുകയും ചെയ്യുന്ന ആളുകളെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എന്നാൽ ഒരു വിശ്വാസി ഇത്തരത്തിലുള്ള ഒരു ദുരന്തത്തിൽ അവൻ ഉൾപ്പെടുമ്പോൾ, അവൻ അതിന് സാക്ഷിയാകുമ്പോൾ, അതിൻ്റെ കാരണങ്ങളെക്കുറിച്ചും പരിഹാരങ്ങളെക്കുറിച്ചും അവൻ മനസ്സിലാക്കും. ഈ രണ്ട് വാചകത്തിൽ നിന്നുകൊണ്ട് ഏതാനും ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താനാണ് ഇന്നത്തെ ഖുതുബ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ് ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾക്ക് കാരണം? എന്താണ് ഇതിനുള്ള പരിഹാരം? ഇത് രണ്ടും മതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശ്വാസികൾ എന്ന നിലയ്ക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതിനെക്കുറിച്ചാണ് ഓർമ്മപ്പെടുത്തുന്നത്. ഇതിന്റെ കാരണങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ അതിൽ ഒന്നാമത്തെ കാരണം, മനുഷ്യന്റെ കരങ്ങൾ കൊണ്ടാണ് ഈ ലോകത്തുള്ള ഒട്ടുമിക്ക ദുരന്തങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ ബിമാ കസബത് ഐദിന്നാസ്. സമുദ്രത്തിലും ഭൂമിയിലുമൊക്കെ കരയിലുമൊക്കെ എല്ലാ അർത്ഥത്തിലും ഫസാദുകൾ പ്രകടമായിരിക്കുന്നു. എന്താണ് അതിന്റെ കാരണം? ബിമാ കസബത് ഐദിന്നാസ്, ജനങ്ങൾ പ്രവർത്തിച്ചത് നിമിത്തം, ജനങ്ങളുടെ കരങ്ങൾ നിമിത്തം, ജനങ്ങൾ പ്രവർത്തിച്ചതിന്റെ ഫലമായി കൊണ്ടിതാ ഈ രൂപത്തിൽ പരീക്ഷണങ്ങൾ വന്നിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്ത് പറയുമ്പോൾ സമുദ്രത്തിലും അല്ലെങ്കിൽ വെള്ളത്തിലും കരയിലുമൊക്കെ പരീക്ഷണങ്ങൾ ഉണ്ടായി എന്ന് പറയുമ്പോൾ അവിടെ അല്ലാഹു അതിന് കാരണം പറഞ്ഞത് ബിമാ കസബത് ഐദിന്നാസ്, മനുഷ്യന്റെ കരങ്ങൾ കാരണത്താൽ, അവന്റെ കൈകൾ കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ കാരണത്താൽ, അവന്റെ ഇടപെടൽ കാരണത്താൽ. ഈ ഒരു വാചകത്തെ നമുക്ക് രണ്ട് രൂപത്തിൽ മനസ്സിലാക്കാം. മനുഷ്യന്റെ കരങ്ങൾ എന്ന് പറയുമ്പോൾ ഒന്ന് ഭൗതികമായി കൊണ്ട് അവൻ ചെയ്യുന്ന കാര്യങ്ങൾ, അവൻ അവന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി, ഈ ഭൂമിയുടെ സന്തുലിതാവസ്ഥക്ക് വേണ്ടി അള്ളാഹു എന്തെല്ലാം നിയമിച്ചിട്ടുണ്ടോ അതിനെയെല്ലാം തകർക്കുക. അള്ളാഹു പർവ്വതങ്ങളെ കുറിച്ച് പറഞ്ഞത് ഭൂമിയെ ഇളകാതിരിക്കാൻ വേണ്ടി ആണിയാക്കി നിർത്തിച്ചിട്ടുണ്ടെന്ന്. ഈ പർവ്വതങ്ങളൊക്കെ തകർത്തുകൊണ്ടിരിക്കുന്നു. മരങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ മരങ്ങൾ പിഴുതെറുത്തുകൊണ്ടിരിക്കുന്നു. ഈ പറഞ്ഞതിന്റെ അർത്ഥം മനുഷ്യന് ഒരു വികസനം വേണ്ട എന്നല്ല. പക്ഷേ അവൻ സ്വാർത്ഥനായിക്കൊണ്ട് മറ്റൊരാൾക്കും ജീവിക്കേണ്ടതില്ല, എന്റെ കാര്യം മാത്രം മതി എന്ന ഒരു ചിന്തയിലേക്ക് എത്തുമ്പോൾ പല പരീക്ഷണങ്ങളും വരും. ഇത് ഭൗതികമായിട്ടുള്ള ഒരു കാരണമാണെങ്കിൽ ബിമാ കസബത് ഐദിന്നാസ് എന്നുള്ളതിൽ രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്നറിയോ? മനുഷ്യന്റെ പാപങ്ങൾ നിമിത്തമാണ് പരീക്ഷണങ്ങൾ ഉണ്ടാകുന്നത്. നമ്മൾ ചരിത്രം പരിശോധിക്കും. എന്തുകൊണ്ട് സ്വർഗത്തിൽ നിന്നും പുറത്താക്കപ്പെട്ടു? എന്തുകൊണ്ട് നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിൽ പ്രളയമുണ്ടായി? എന്തുകൊണ്ട് കരുത്തരായ ആദ് സമൂദ് ഗോത്രങ്ങൾ ഉന്മൂലനം ചെയ്യപ്പെട്ടു എന്ന് പരിശോധിച്ചാലൊക്കെ ബിമാ കസബത് ഐദിന്നാസ്, മനുഷ്യരുടെ കരങ്ങൾ നിമിത്തം. അല്ലാഹു ചെയ്യരുത് എന്നൊരു കാര്യം പറഞ്ഞാൽ അതിനെ നിസാരവൽക്കരിക്കുന്ന ഒരവസ്ഥയുണ്ടോ? തീർച്ചയായും പരീക്ഷണങ്ങൾ വന്നുകൊണ്ടിരിക്കുമെന്നുള്ളത് തന്നെയാണ്. അപ്പൊ ഒന്നാമത്തെ വിഷയം മനുഷ്യന്റെ കരങ്ങൾ കൊണ്ടാണെങ്കിൽ, രണ്ടാമത്തെ ഒരു കാരണം അള്ളാഹു പരീക്ഷിക്കും എന്ന വാക്ക് അള്ളാഹു അന്വർത്ഥമാക്കിക്കൊണ്ടേയിരിക്കും. അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പറയാണ്, വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഅ് വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സ്വാബിരീൻ. വലനബ്ലുവന്നകും, നാം നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. മിനൽ ഖൗഫ്, ഏതുകൊണ്ടൊക്കെ? ബിശൈഇൻ, പല കാരണങ്ങൾ കൊണ്ട്, പല കാര്യങ്ങളെ കൊണ്ട് പരീക്ഷിക്കും. മിനൽ ഖൗഫ്, ഭയം കൊണ്ട് പരീക്ഷിക്കും. വൽ ജൂ, വിശപ്പ് കൊണ്ട് പരീക്ഷിക്കും. എന്നിട്ട് അല്ലാഹു അവസാനിപ്പിച്ചിട്ടില്ല, വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത്, നിങ്ങളുടെ സമ്പത്ത് നഷ്ടപ്പെടുത്തിക്കൊണ്ട്, നിങ്ങളുടെ ശരീരം നഷ്ടപ്പെടുത്തിക്കൊണ്ട്, നിങ്ങളുടെ വേണ്ടപ്പെട്ടവരെ നഷ്ടപ്പെടുത്തിക്കൊണ്ട്.
നിങ്ങൾക്ക് ഫലങ്ങളിൽ നഷ്ടം വരിച്ചു കൊണ്ടൊക്കെ അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. എന്നിട്ട് അള്ളാഹ് പറയാണ് വബശ്ശിരി സ്വാബിരീൻ, ക്ഷമിക്കുന്നവർക്ക് സന്തോഷവാർത്ത. അവിടെ ഇങ്ങനെ അള്ളാഹുടെ കുറ്റം പറഞ്ഞിരിക്കുക എന്നുള്ളതല്ല, ഇതൊരു പരീക്ഷണമാണ്. അള്ളാഹു പരീക്ഷിക്കുക തന്നെ ചെയ്യും. ഈ ഒരു ദുരന്ത പരീക്ഷണമാണെങ്കിൽ, നമ്മുടെ ചുറ്റുഭാഗത്ത് വെള്ളം കൂടി എന്നുള്ളത് പരീക്ഷണമാണെങ്കിൽ, ഓരോന്നും ഒന്നിന് പിറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കും എന്നുള്ളതും പരീക്ഷണം തന്നെയാണ്. മൂന്നാമത്തെ ഒരു കാരണം നമുക്ക് കാണുവാൻ സാധിക്കും, അന്ത്യനാളിലേക്കുള്ള ഒരു സൂചനയാണിത്. ഒരു ചെറിയ ഒരു കുലുക്കം വന്നപ്പോഴേക്ക്, ഒന്ന് മണ്ണെന്ന് ഒലിച്ചു പോയപ്പോഴേക്ക്, ഒന്ന് കുറച്ച് സമയം കൂടുതലായിക്കൊണ്ട് മഴയൊന്ന് പെയ്തപ്പോഴേക്ക് നമ്മളെല്ലാം അന്താളിച്ചുകൊണ്ട് ഇനി എന്താണ് പരിഹാരം എന്ന് ചോദിക്കുന്നുവെങ്കിൽ, ഇതൊക്കെ വളരെ തുച്ഛമാണ്, ഇതിനപ്പുറത്തേക്ക് വരാനുണ്ട്. ഈ ലോകം മുഴുവനായി നശിപ്പിക്കപ്പെടുന്ന, പ്രപഞ്ചം മുഴുവനായി ഇല്ലാതാകുന്ന ഒരു കാലഘട്ടം വരാനുണ്ട്. അത് വിശ്വസിക്കുന്നവനാണ് വിശ്വാസി. ഈ ലോകത്തിന് ഒരു നാശമുണ്ട് എന്ന് വിശ്വസിക്കുന്നവനാണ്. നമുക്ക് തോന്നുകയാണ് അതൊന്നും സംഭവിക്കൂല, അങ്ങനെയൊക്കെ സംഭവിക്കുകയാണെങ്കിൽ എങ്ങനെയെങ്കിലൊക്കെ എനിക്ക് രക്ഷപ്പെടാൻ പറ്റും. എന്നാ പ്രിയപ്പെട്ടവരെ, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ചില പരീക്ഷണങ്ങൾ വന്നപ്പോഴേക്ക് അന്തം വിട്ടു പോയില്ലേ? നമ്മൾ കൈമലർത്തിയില്ലേ? നമ്മൾ എന്താ ചെയ്യാ? എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, ഈ അന്ത്യദിനം സംഭവിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്ത്യനാളിലേക്കുള്ള ചില സൂചനകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ലാ തഖൂമുസ്സാഅ, അന്ത്യദിനം സംഭവിക്കുന്നതല്ല ഹത്താ യുഖ്ബലൽ ഇൽം. ഈ വാചകങ്ങൾ പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അന്ത്യദിനത്തിന്റെ അടയാളങ്ങൾ എത്തിയിട്ടുണ്ടോ എന്ന് പ്രിയപ്പെട്ടവരെ പരിശോധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ ഹത്താ യുഖ്ബലൽ ഇൽം, ഇൽമു ഉയർത്തപ്പെടുന്നത് വരെ, വതക്സുറു സലാസിൽ, ഭൂകമ്പങ്ങൾ അധികരിക്കുന്നത് വരെ, വയതഖാറബു സമാൻ, കാലം അടുത്തുകൊണ്ടിരിക്കുന്നത് പോലെ, വതദ്ഹറൽ ഫിതൻ, ഫിത്നകൾ, കുഴപ്പങ്ങൾ വർദ്ധിക്കും, വയക്സറുൽ ഹർജ് അൽ ഖത്ലു അൽ ഖത്ൽ, അഥവാ കൊലപാതകങ്ങൾ ഒന്നിന് പിറകെ ഒന്നായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വരെ, ഹത്താ യക്സറ ഫീകുമുൽ മാൽ ഫയഫീൽ, ഒരാൾ സമ്പന്നനായി ഇങ്ങനെ സമ്പത്ത് ഇങ്ങനെ ഒഴുക്കിക്കൊണ്ടിരിക്കുക, ആ സമ്പത്തിന്റെ കാര്യത്തിൽ ആധിക്യം കാണിച്ചുകൊണ്ടിരിക്കുക. ഇത് സംഭവിക്കുന്നത് വരെ ലാ തഖൂമുസ്സാഅ, അന്ത്യദിനം സംഭവിക്കൂല. ഈ പറഞ്ഞ ഓരോന്നും പ്രിയപ്പെട്ടവരെ പരിശോധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ അന്ത്യദിനത്തിലേക്കുള്ള സൂചനകളില്ലേ എന്ന് നമ്മൾ പരിശോധിക്കണം. നാലാമത്തെ കാര്യം, ഈ ദുരന്തങ്ങളുടെ കാരണങ്ങൾ പരിശോധിച്ചാൽ നാലാമത്തെ ഒരു കാരണമാണ് തിന്മകൾ വ്യാപിക്കുക എന്നുള്ളത്. തെറ്റുകൾ വ്യാപിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള പല പരീക്ഷണങ്ങൾ വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിൽ ഒരു സംഭവം കാണാൻ പറ്റും. മഹദിയായ സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ പറ്റും, ഒരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വേഗത്തിൽ അവരുടെ വീട്ടിലേക്ക് കയറി വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ വരവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്തുള്ള ഭാവ വ്യത്യാസം കണ്ടപ്പോൾ അവർ ചോദിച്ചു, എന്ത് പറ്റി പ്രവാചകരെ, എന്താണ് നിങ്ങൾ ഇങ്ങനെ ഒരു പേടിയോടുകൂടി നിൽക്കുന്നത്? ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് വൈലുൽ ലിൽ അറബ് മിൻ ശർരി ഖദ് ഇഖ്തറബ ഫുതിഹൽ യൗമ മിൻ റദ്മി യഅജൂജ വമഅജൂജ് മിസ്ലു ഹാദി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ചൂണ്ടുവിരലും തള്ളവിരലും ഇങ്ങനെ ഒരു റൗണ്ട് രൂപത്തിലാക്കിയിട്ട് പറയാണ്, അറബികൾക്ക് നാശം, അറബികൾക്ക് നാശം വരാനായിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല യഅജൂജ് മഅജൂജിനെ വെച്ചിട്ടുള്ള കെട്ടില്ലേ, ആ ഒരു മതിലിന് ദാ ഇത്ര വലിപ്പത്തിൽ ദ്വാരം വന്നിട്ടുണ്ട്. ആ യഅജൂജ് മഅജൂജ് വരാനായിട്ടുണ്ട്. വലിയ ഒരു ഫിത്നക്ക് എല്ലാവരും സന്നദ്ധമായിക്കും, വലിയ ഒരു ദുരന്തത്തിന് കാരണമായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എണ്ണിയപ്പോ മഹദിയായ സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹ ചോദിക്കാണ്, യാ റസൂലല്ലാഹ് അനഹ്ലികു വഫീന സ്വാലിഹൂൻ. ആ ചോദ്യം നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ്. സൈനബ് റളിയല്ലാഹു അൻഹ ചോദിക്കാണ്, അള്ളാന്റെ റസൂലെ, ഞങ്ങളുടെ കൂട്ടത്തിൽ സ്വാലിഹീങ്ങൾ ഉണ്ടെങ്കിൽ എന്നിട്ടും ഞങ്ങൾക്ക് ഇങ്ങനെ ദുരന്തങ്ങൾ വരുമെന്നാണോ നിങ്ങൾ പറയുന്നത്? ഞങ്ങൾക്ക് പരീക്ഷണങ്ങൾ വരുമെന്നാണോ നിങ്ങൾ പറയുന്നത്? ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നഅം, അതെ വരും. ഇദാ കസുറൽ ഖുബ്സ്, മ്ലേച്ഛതകൾ, മോശത്തരങ്ങൾ, തിന്മകൾ അരങ്ങുവാടുമ്പോ, ഒരാളും അതിനെ തടുക്കാനില്ലാത്തൊരവസ്ഥ വരുമ്പോ, ആർക്കും എന്തും എങ്ങനെയും ചെയ്യാമെന്നൊരവസ്ഥയിലേക്ക് എത്തുമ്പോ, അതിനൊരു നിയന്ത്രണമില്ലാത്തൊരവസ്ഥ വരുമ്പോ തീർച്ചയായും ദുരന്തങ്ങൾ വരിക തന്നെ ചെയ്യും. സുബ്ഹാനല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വാചകങ്ങൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ കണ്ണ് തുറക്കണം.
മ്ലേച്ഛതകൾ എന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ ഒന്നുകൂടി മറ്റൊരു ഹദീസിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഈ ഉമ്മത്തിന് വരാനിരിക്കുന്ന ദുരന്തങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ലയകൂനന്ന ഫീ ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിൽ വരിക തന്നെ ചെയ്യും, ഈ ഉമ്മത്തിന് സംഭവിക്കുക തന്നെ ചെയ്യും, ഖസ്ഫുൻ വകദ്ഫുൻ വമസ്ഖുൻ, ഭൂകമ്പങ്ങൾ ഉണ്ടാകും, രൂപമാറ്റം ഉണ്ടാകും, ചെരൽ വർഷങ്ങൾ ഇങ്ങനെ ആകാശത്തുനിന്ന് വന്നുകൊണ്ടിരിക്കും, ഇങ്ങനത്തെ പരീക്ഷണങ്ങൾ വന്നുകൊണ്ടിരിക്കും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ കാരണം പറഞ്ഞു. എന്തുകൊണ്ടാ ഭൂകമ്പങ്ങൾ ഉണ്ടാകുക, എന്തുകൊണ്ടാ ദുരന്തങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വദാലിക ഇദാ ശരിബുൽ ഖംർ, അവര് കള്ളു കുടിക്കുന്ന ആളുകളായിട്ട് മാറും. ആര്? ഈ ഉമ്മത്തിന്റെ കാര്യമാണ് പറയുന്നത്, ഈ ഉമ്മത്തിന്റെ വിഷയ പറയണത്. അവര് കള്ളു കുടിക്കുന്നവരാകും. വത്തഖദുൽ ഖൈനാത്ത്, നർത്തകിമാരെ അവര് സ്വീകരിക്കും. നൃത്തവും അതേപോലെ തന്നെ പാട്ടുമെല്ലാം അതിങ്ങനെ കൊണ്ടു നടക്കുന്ന ഒരവസ്ഥ. വദറബൂ ബിൽ മആസിഫ്, അവര് മആസിഫുകളെ, സംഗീതോപകരണങ്ങൾ അവരിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്ന, അത് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ വരും. സുബ്ഹാനല്ലാഹ്. നമ്മളൊന്ന് പരിശോധിക്കും, ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ മുസ്ലിം ഉമ്മത്ത് എവിടെ എത്തി എന്നുള്ളത് ഈ ഒരൊറ്റ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യപ്രവാചകനാണെന്ന് ബോധ്യപ്പെടുത്തുന്നതാണ്. ഈ ഉമ്മത്തിന്റെ വിഷയത്തിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹുവും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹും ഒക്കെയുള്ള സദസ്സിൽ വെച്ചുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഈ ഉമ്മത്ത് കള്ളു കുടിക്കും, ഈ ഉമ്മത്ത് നർത്തകിമാരെ സ്വീകരിക്കും, ഈ ഉമ്മത്ത് എല്ലാ അർത്ഥത്തിലും സംഗീതത്തിൽ മുഴുകി ജീവിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകും. അവിടെയാണ് നമ്മൾ ഒരു കല്യാണം വരുന്ന സമയത്ത് പാട്ടില്ലാതെ എന്ത് കല്യാണ, തലേ ദിവസം ഒരു ഡാൻസ് ഇല്ലെങ്കിൽ എന്ത് കല്യാണമാ ചോദിക്കുന്നവരില്ലേ? ദീനുള്ള ആളുകളില്ലേ, ദീനുണ്ട് എന്ന് പറയുന്ന ആളുകൾ. ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല. ഇന്നത്തെ മുസ്ലിം ഉമ്മത്തെ പെടുത്തി എന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഒന്ന് ഓണാക്കിയാൽ മതി. ഒരു ചെറിയ രൂപത്തിൽ ദീനുമായി യാതൊരു ബന്ധമില്ലാത്ത ആളുകൾ വരെ കുറച്ചൊക്കെ ദീനീ ബോധത്തിൽ ജീവിക്കുന്ന ഒരവസ്ഥ നമ്മൾ കാണുന്നുവെങ്കിൽ, അഥവാ ഇസ്ലാമിനെ കുറിച്ച് അറിവില്ലാത്ത അമുസ്ലിമീങ്ങൾ അവരുടെ വ്യക്തി ജീവിതത്തിലും അവരുടെ വസ്ത്രധാരണത്തിലും ഒരു തരിമ്പെങ്കിലും ശ്രദ്ധ കൊടുക്കുന്നുണ്ടെങ്കിൽ, ഈ ഉമ്മത്തോ ഒരു ഐഡി ഉണ്ടാക്കി ഒരു യൂട്യൂബിൽ അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് പിന്നെ മൊബൈലിൽ എല്ലാവിധ തോന്നിവാസങ്ങളും ചെയ്യാം. സ്വന്തം ഭാര്യയും ഭർത്താവും എന്താണോ റൂമുകളിൽ പറയേണ്ടതും ചെയ്യേണ്ടതും അതൊരു ലജ്ജയുമില്ലാതെ, ഒരു ലജ്ജയുമില്ലാതെ അത് നാലാളുകൾക്ക് കാണിച്ചു കൊടുക്കുന്ന രൂപത്തിൽ, കോടാനുകോടി മനുഷ്യന്മാർക്ക് കാണിച്ചു കൊടുക്കുന്ന രൂപത്തിൽ ഇപ്പോഴും ഇമ്മത്തിന് മനസ്സിലായിട്ടില്ല. അവർ സ്റ്റാറ്റസ് വെക്കുമ്പോ അത് ഒരാളല്ല കാണുന്നത്, എത്രത്തോളം ആളുകളുണ്ടോ അവരുടെ കോണ്ടാക്ട് ലിസ്റ്റിൽ അത്രയും ആളുകൾ കാണുന്നുണ്ട്. യൂട്യൂബിൽ ഒരു വീഡിയോ ഇടുന്ന സമയത്ത് അത് 1000-ൽ നിൽക്കുന്നില്ല, അത് 10,000-ഉം ലക്ഷവും കടന്നുകൊണ്ട് പോകും. ഏറ്റവും ലളിതമായിട്ട് പറഞ്ഞാൽ 1,00,000 ആളുകളുടെ മുന്നിൽ ഞാൻ ചെയ്യേണ്ട ഒരു കാര്യം, ഞാൻ പറയേണ്ട ഒരു കാര്യം, അതേ ഞാനൊരു ക്യാമറ വെച്ചുകൊണ്ട് പറയാൻ പാടുള്ളൂ, ഞാൻ ചെയ്യാൻ പാടുള്ളൂ. പക്ഷെ ഈ ഉമ്മത്തിന് നഷ്ടപ്പെട്ടു പോയി ലജ്ജ എന്ന് പറയുന്ന ഒന്ന്. നൃത്തവും നർത്തകിമാരൊക്കെ മുസ്ലിം ഉമ്മത്ത് തന്നെയാവുക. അതിനുവേണ്ടി ആളുകളെ കൊണ്ടുവരുന്നവര് മാത്രമല്ല, അത് സ്വന്തം കുടുംബത്തിൽ പ്രത്യേകം പ്രാക്ടീസ് ചെയ്യുക, അതിനുവേണ്ടി ഇറങ്ങുക. മആസിഫുകൾ പറയുമ്പോ എന്താ ഈ പറയണത്? കുറച്ചൊക്കെ പാട്ടില്ലാതെ എന്താ? നമ്മളെപ്പോഴും ഇങ്ങനെ ഡ്രൈ ആയി നിൽക്കാൻ പാടില്ല. എന്തെല്ലാം ന്യായങ്ങളാ പറയണത്? അള്ളാന്റെ റസൂലാ പറയണത് പാടില്ല എന്ന് പറഞ്ഞാൽ അതിനെന്തെല്ലാം ന്യായങ്ങളാ പറയണത്? ഇന്നാള് ചെയ്യുന്നില്ലേ, ഇവര് ചെയ്യുന്നില്ലേ, ആ സംഘടന ചെയ്യുന്നില്ലേ? ഇതൊക്കെ പ്രിയപ്പെട്ടവരെ നമുക്ക് അള്ളാന്റെ മുന്നിൽ ഉത്തരം പറയാനുള്ളതാ? ഇന്ന ആളുകൾ ചെയ്തു എന്നുള്ളത് നമുക്ക് ചെയ്യാനുള്ള തെളിവാണോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യരുത് എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് ഒഴിവാകലല്ലേ വിശ്വാസി? പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ആ ഒരു വിഷയത്തിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം. അതല്ല എങ്കിൽ തീർച്ചയായും പ്രയാസങ്ങൾ വന്നുകൊണ്ടിരിക്കും. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഒരു സംഭവം ഉണ്ടായിരുന്നു. ഉമർ റളിയല്ലാഹുവിന്റെ കാലത്ത് ഒരു ചെറിയ ഭൂമി കുലുക്കം മദീനയിൽ ഉണ്ടായിന. ഉമർ റളിയല്ലാഹുവിനെ എല്ലാവരെയും വിളിച്ചു. എന്നിട്ട് ഉമർ അവിടുന്ന് ഒരു താക്കീത് പറയുന്നുണ്ട്, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വല്ല തിന്മകളും നിങ്ങൾ രഹസ്യമായിട്ട് വല്ലതും ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവസാനിപ്പിക്കണം. അതല്ലെങ്കിൽ ഒരു ജയ്ഷുമായിട്ട്, ഒരു സൈന്യവുമായിട്ട് ഞാൻ വരും. കാരണം അള്ളാഹു സൂചന തരുന്നുണ്ട്, അള്ളാഹു സൂചന തരുന്നുണ്ട്. ഇത് പ്രിയപ്പെട്ടവരെ നമുക്കൊക്കെ ഉള്ള സൂചനയാണ്. അത് വയനാട്ടിലുള്ള ആളുകൾക്ക് മാത്രമുള്ളതല്ല, ഏതെങ്കിലും ഒരു പ്രദേശത്തുള്ള ആളുകൾക്ക് മാത്രമുള്ളതല്ല, നമുക്കെല്ലാവർക്കുമുള്ള സൂചനയാണ്. അവസാനിപ്പിക്കണം, തെറ്റുകൾ നിർത്തണം എന്നുള്ളതാണ്. ഇനി പ്രിയപ്പെട്ടവരെ, ഈ ദുരന്തത്തിന്റെ കാരണങ്ങളാണ് നമ്മൾ പറഞ്ഞതെങ്കിൽ ഇതിനുള്ള പരിഹാരം കൂടി നമ്മളുണ്ട്.
ഒരു വിശ്വാസി മനസ്സിലാക്കണം ഇതിന്റെ പരിഹാരം എന്താ. അതിൽ ഒന്നാമത്തെ പരിഹാരം എന്താണെന്നറിയോ? അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക എന്നുള്ളത്. ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. ഈ ഒരു വാചകം പറയുമ്പോൾ ഒരു പക്ഷേ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഞാൻ ഈ പറഞ്ഞത് എത്രത്തോളം ഗൗരവപ്പെട്ട വാചകമാണെന്ന് മനസ്സിലായിട്ടുണ്ടാകും. കാരണം ഈ ഒരു ദുരന്തം കഴിഞ്ഞതിന് ശേഷം ആ ദുരന്തത്തിനേക്കാൾ വലിയ ദുരന്തങ്ങളായിക്കൊണ്ടാണ് പലരും കമന്റുകൾ ഇട്ടിരുന്നത്. കാരണം എവിടെ പടച്ചോൻ? നിങ്ങൾ പറയുന്ന ദൈവം എവിടെ? ദൈവം ഉണ്ടെങ്കിൽ എങ്ങനെ ഇത്രയും ആളുകളെ കൊല ചെയ്യും? അങ്ങനെ ഒരു പടച്ചോനില്ല. പ്രേ എന്ന് പറയുമ്പോൾ പ്രേ അല്ല, പേയാണ്. പ്രാർത്ഥനയല്ല, സഹായിച്ചാൽ മാത്രം മതി. പ്രാർത്ഥന കൊണ്ടൊന്നുമില്ല ഇവിടെ. ഒരു പടച്ചോനുമില്ല, ഒരു റഹ്മാനുമില്ല, ഒരു റഹീമുമില്ല. ഇതൊക്കെ മനുഷ്യന്മാര് തന്നെയാണ് ഇവിടുത്തെ പടച്ചോൻ, അതല്ലാതെ വേറൊരു പടച്ചോനുമില്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പറയാൻ ഇപ്പോഴും അയാൾ ജീവിച്ചിരിക്കുന്നു എന്നുള്ള ബോധ്യം പോലും അയാൾക്കില്ല. അത്തരത്തിലുള്ള കമന്റ് ഇടാൻ അവന്റെ വിരലുകൾ ചലിക്കുന്നു എന്നുള്ള ബോധ്യം പോലും അവനില്ല. എവിടെ പടച്ചോൻ എന്ന് ചോദിക്കുമ്പോൾ അവന്റെ വിരലുകൾ അവന് വിചാരിക്കുന്ന സമയത്ത് ചലിപ്പിക്കാൻ അവന് കഴിയുന്നു എന്നുള്ളത് അള്ളാഹു കൊടുത്തൊരു കഴിവാ. അള്ളാഹു അവന് നൽകിയിട്ടുള്ള ഒരു അനുഗ്രഹമാ. ആ അനുഗ്രഹം തിരിച്ചറിയാൻ അവിടെ കഴിഞ്ഞില്ല. എന്നിട്ട് പറയാണ് അങ്ങനെ ഒരു പടച്ചോൻ ഇല്ല. ശരി പ്രിയപ്പെട്ടവരെ, നമ്മളൊന്ന് പരിശോധിക്കാം. അങ്ങനെ ഒരു പടച്ചോൻ ഇല്ല എന്ന് വിചാരിച്ചു. എന്നാൽ ഈ ദുരന്തം എങ്ങനെ ഉണ്ടായി? അത് പ്രകൃതിയുടെ വികൃതിയാണെന്ന് പറഞ്ഞുകൊണ്ട് തള്ളിക്കളയാൻ കഴിയോ? അതല്ല ഇതെല്ലാം പ്രകൃതിക്കുള്ള കുറ്റമാണെന്ന് പറഞ്ഞ് നമ്മൾ കൈ കഴുകണോ? എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇത് അള്ളാഹുവിന്റെ തീരുമാനമാണ്, അള്ളാഹുവിന്റെ ഖദറാണ്. പക്ഷെ അത് ഞാൻ അതിലേക്ക് വരുന്നുണ്ട്. അതേപോലെ തന്നെ അവൻ എപ്പോഴും മനസ്സിലാക്കുക, ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കൂല എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. നേരത്തെ ഓതി വെച്ച ആയത്തിലും അല്ലാഹു പറഞ്ഞെന്താ? വലനബുലുവന്നകും, നാം നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. അള്ളാഹു പരീക്ഷിക്കൂല എന്ന് പറഞ്ഞിട്ട് പിന്നെയും ഇത്തരത്തിൽ ദുരന്തങ്ങൾ വരികയാണെങ്കിൽ പറയാമായിരുന്നു, എന്തേ അള്ളാഹു വാക്ക് പാലിച്ചില്ല? എന്തേ അള്ളാഹു സുബ്ഹാനഹു വ തആല വീണ്ടും വീണ്ടും പരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു? അള്ളാഹു പരീക്ഷിക്കൂല എന്ന് പറഞ്ഞിട്ടില്ല, പരീക്ഷിക്കുന്ന പറഞ്ഞേ. അള്ളാഹു മരിപ്പിക്കൂല എന്ന് പറഞ്ഞിട്ടില്ല, മരിപ്പിക്കുമെന്നാ പറഞ്ഞേ. ചില ആളുകൾ ചോദിക്കുക, ആ കുട്ടി എന്ത് തെറ്റ് ചെയ്തിട്ടാ? തെറ്റ് ചെയ്തതിന്റെ പേരിലാണോ മരണപ്പെടുന്നത്? നമ്മുടെ ഈ ജംഗ്ഷനിൽ ആളുകൾ മരിച്ചിട്ടില്ലേ? നമ്മുടെ ചുറ്റുഭാഗത്ത് ആളുകൾ മരിച്ചിട്ടില്ലേ? നമ്മുടെ കുടുംബത്തിൽ ആളുകൾ മരിച്ചിട്ടില്ലേ? അവരൊക്കെ പ്രായമായതിനു ശേഷം മരിച്ചതാ. എന്തെങ്കിലുമൊക്കെ പടച്ചോനെ വിമർശിക്കാൻ എന്താണോ കിട്ടുന്നത് അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളത് ഒരു സമാധാനം അതിൽ കിട്ടുന്ന ആളുകളുണ്ട്. പ്രിയപ്പെട്ടവരെ, വിശ്വാസം എങ്ങനെയല്ല. കാരണം നമ്മൾ മരിക്കൂല എന്നല്ല പറഞ്ഞേ, നിങ്ങൾ മരിക്കുന്ന പറഞ്ഞേ. നിങ്ങൾക്കൊരു സമയമായി കഴിഞ്ഞാൽ ഞങ്ങൾ മരിക്കും. അത് ഏത് സമയ? വാപ്പ ജീവിച്ചിരിക്കെ മക്കൾ മരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് തെളിവല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 7 മക്കളിൽ 6 മക്കളും മരിക്കുക. സുബ്ഹാനല്ലാഹ്, എത്ര വലിയ പരീക്ഷണമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായത്. അവിടെ പടച്ചോൻ ഇല്ല എന്ന് പറയല്ലേ ചെയ്തേ. ആ ഓരോ പ്രതിസന്ധി വരുന്ന സമയത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൽ കൂടുതൽ കൂടുതൽ അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള അടിമയായിട്ട് മാറുക ചെയ്തേ. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനത്തെ പരീക്ഷണങ്ങൾ വരികയെന്നൊക്കെ ഉള്ളത് അവന് സ്വർഗം കിട്ടാനുള്ള വഴിയാണ്. ആ ഒരു ബോധ്യ വിശ്വാസിക്കുണ്ടാവുക. എന്തെങ്കിലും ഒരു പരീക്ഷണം കടന്നു വരുന്ന സമയത്ത് അത് ഞാൻ ക്ഷമിച്ചാൽ വബശ്ശിരി സ്വാബിരീൻ, ക്ഷമിക്കുന്നവർക്ക് സന്തോഷ വാർത്ത. ആ സന്തോഷ വാർത്ത എന്താ? സ്വർഗമാണ്. എന്ത് പരീക്ഷണം വരികയാണെങ്കിലും, ഒരാൾ മരണപ്പെട്ടു, നമ്മളെ വേണ്ടപ്പെട്ട ആളെ മരിച്ച്, നമ്മുടെ മകനെ മരിച്ച്, അങ്ങനെ ഒരാൾ മരിച്ചു, നമ്മുടെ കുട്ടി മരിച്ചു കഴിഞ്ഞാൽ അവിടെ പറയാൻ വേണ്ടി പറഞ്ഞു അൽഹംദുലില്ലാഹ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അൽഹംദുലില്ലാഹ് എന്ന് പറയാം. മക്കൾ മരിച്ചാലേ അത്രയും ആളോ എനിക്കേ പറയാൻ കഴിയുള്ളൂ. അങ്ങനെ പറഞ്ഞാൽ ആ പറഞ്ഞ വ്യക്തിക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് പറയും, ആ വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ സ്വർഗത്തിലൊരു വീടുണ്ടാക്കണം. ആ വീടിന്റെ പേരും അല്ലാഹു നിശ്ചയിച്ചു, ബൈത്തുൽ ഹംദ്, സ്തുതിയുടെ ഭവനം. സ്തുതിയുടെ ഭവനം. ഒരാൾ രോഗിയായി, ആ രോഗിയായി കഴിഞ്ഞാൽ അവന്റെ പാപങ്ങൾ പൊറുത്തുകൊണ്ടേയിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ പനിയെ ചീത്ത പറയരുത്. ഒരാൾക്ക് പനി ബാധിച്ചാൽ അവൻ അതിൽ ക്ഷമിക്കുകയാണെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ പാപങ്ങൾ ഇങ്ങനെ പൊറുത്തുകൊണ്ടിരിക്കും. ഈ പറഞ്ഞതിന്റെ അർത്ഥം ചികിത്സ നടത്തണ്ട എന്നല്ല, ചികിത്സ നടത്തണം. പക്ഷേ അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത വാക്കുകൾ പറയാൻ പാടില്ല. ക്ഷമിച്ചും സഹിച്ചും ജീവിക്കുകയാണോ, പരീക്ഷണങ്ങളിൽ ക്ഷമിക്കുന്നവരാണോ, അവന് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ പറയപ്പെട്ട ഒരുപാട് ഖൈറുകളുണ്ട്.
എല്ലാ മേഖലകളിലും അവന് ആ ഒരു രൂപത്തിൽ ഖൈറുകൾ ലഭിച്ചുകൊണ്ടേയിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വിഷയത്തിൽ പറഞ്ഞ ഒരു ഹദീസ് നമുക്ക് കാണുവാൻ സാധിക്കും. ലൈസ ശൈഉൻ അക്റമ അലല്ലാഹി തആല മിനദ് ദുആ. പ്രാർത്ഥനയോളം അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ മഹത്തരമായ മറ്റൊരു കാര്യമില്ല. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം അത് പ്രാർത്ഥനയാണ്. എപ്പോഴും അള്ളാഹുവിനോട് തൻ്റെ പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ പറയുകയാണെങ്കിൽ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞതായിട്ട് കാണുവാൻ സാധിക്കും. രണ്ടാമത്തെ ഒരു വിഷയം, ഈ ദുരന്തങ്ങൾക്കുള്ള പരിഹാരം ഇസ്തിഗ്ഫാർ തേടല. മഹാനായ അലി റളിയല്ലാഹു അൻഹുവിന്റെ വാചകം എന്ന നിലക്കും അതേപോലെ തന്നെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിലുമൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും, കാന ഫീകും അമാനാൻ. ഈ ഉമ്മത്തിന് 2 സെക്യൂരിറ്റി ഉണ്ട്, 2 സുരക്ഷിതത്വമുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയാണ് മലത്തി ഇഹ്ദാഹുമ, അതിൽ ഒന്ന് കഴിഞ്ഞുപോയി, വബഖിയത്തിൽ ഉഖ്റ, ഒന്ന് ബാക്കിയുണ്ട്. ഈ ഉമ്മത്തിനുള്ള ദുരന്തങ്ങൾ വരാതിരിക്കാൻ 2 കാര്യങ്ങളുണ്ട്. ഒന്ന് കഴിഞ്ഞുപോയി, ഒന്ന് ഇനിയുമുണ്ട്. എന്നിട്ട് അദ്ദേഹം ഖുർആനിന്റെ ആയത്തുദാ, ഏതാണ് ആയത്തെന്നറിയോ? വമാ കാനല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം വമാ കാനല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ. അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, വമാ കാനല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം. പ്രവാചകരെ, നിങ്ങൾ ആ സമൂഹത്തിൽ ഉണ്ടായിരിക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ദുരന്തമോ ഒരു പരീക്ഷണമോ ഒന്നും വരുത്തൂല. ഒന്നാമത്തെ സുരക്ഷത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സമൂഹത്തിൽ ഉണ്ടാവുക. പക്ഷേ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് വിട പറഞ്ഞു. എന്നാൽ രണ്ടാമത്തെ വാചകം വീണ്ടും അല്ലാഹു പറയാണ്, വമാ കാനല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും ദുരന്തങ്ങളോ പരീക്ഷണങ്ങളൊന്നും നൽകൂല. വഹും യസ്തഗ്ഫിറൂൻ, അവർ ഇസ്തിഗ്ഫാർ തേടുന്ന ആളുകളായിരിക്കും. അല്ലാഹുവിലേക്ക് ധാരാളമായിട്ട് ഇസ്തിഗ്ഫാർ തേടുക, പാപമോചന പ്രാർത്ഥന നടത്തുക. അതൊരാൾ ചെയ്യുന്നുണ്ടെങ്കിൽ, ധാരാളമായി ആളുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ, ദുരന്തങ്ങൾക്ക് ഒരു ശമനമായിക്കൊണ്ട്, ഒരു സംരക്ഷണമായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എണ്ണി പറഞ്ഞിട്ടുണ്ട്. മൂന്നാമത്തെ കാര്യം, പ്രിയപ്പെട്ടവരെ, വിധിയിൽ തൃപ്തിപ്പെടുക എന്നുള്ളതാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എന്ത് പ്രശ്നങ്ങൾ വരുന്ന സമയത്തും, ഏതേത് ബുദ്ധിമുട്ടുകളാണെങ്കിലും, ഒരു പക്ഷേ നമുക്ക് വയനാടിന്റെ ദുരന്തങ്ങൾ നമ്മളെ വല്ലാതെ ബാധിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ നമ്മുടെ ചുറ്റുഭാഗത്തിൽ പല ആളുകളുടെ വീട്ടിലും വെള്ളം കയറി, പല ആളുകളുടെയും വീട്ടിലെ പല വസ്തുക്കളും നശിച്ചുപോയി, കച്ചവട വസ്തുക്കളും ഒക്കെ നശിച്ചതിൽ പെട്ടിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ചില പരീക്ഷണങ്ങൾ വരുമ്പോൾ ഒരു വിശ്വാസി മനസ്സിലാക്കേണ്ട എന്താ അറിയോ? ഖുർആനിലൊരു ആയത്ത്, മാ അസ്വാബ മിൻ മുസീബത്തിൻ ഫിൽ അർള് വലാ ഫീ അൻഫുസികും ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഹാ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, നിങ്ങൾക്ക് ഒരു മുസീബത്തും സംഭവിക്കുന്നില്ല, നിങ്ങൾക്കാവട്ടെ ഈ ലോകത്ത് അല്ലെങ്കിൽ ഭൂമിയിലാവട്ടെ ഒരു മുസീബത്തും ഒരു പരീക്ഷണവും സംഭവിക്കുന്നില്ല, ഒരു ആപത്തും സംഭവിക്കുന്നില്ല, ഇല്ലാ ഫീ കിതാബിൻ, ഒരു ഗ്രന്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് രേഖപ്പെടുത്താതെ. നമ്മളൊക്കെ ജനിക്കുന്നതിൻ്റെ 50,000 കൊല്ലങ്ങൾക്ക് മുമ്പ്, ഈ ലോകം സൃഷ്ടിക്കുന്നതിൻ്റെ 50,000 കൊല്ലങ്ങൾക്ക് മുമ്പ് അള്ളാഹു എല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹു ആദ്യം സൃഷ്ടിച്ചത് പേനയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാൻ പറ്റും. എന്നിട്ട് പേനനോട് പറഞ്ഞു, ഉക്തുബ്, നീ എഴുതെന്ന് പറഞ്ഞു. ആ സമയത്ത് പേന ചോദിച്ചു, എന്താ റബ്ബേ എഴുതേണ്ടത്? അള്ളാഹു സുബ്ഹാനഹു വ തആല ഓരോന്നും പറഞ്ഞു, എല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ തിങ്കളാഴ്ച ഇങ്ങനെ ഒരു ദുരന്തം സംഭവിക്കണമെന്നുള്ളത് അള്ളാഹു തീരുമാനിച്ചതാണ്. ഒരു പക്ഷേ ഇന്ന് നമ്മൾ ഖുതുബ കഴിഞ്ഞു പോകുമ്പോ നമുക്കെന്ത് സംഭവിക്കണം എന്നുള്ളത് അള്ളാഹു രേഖപ്പെടുത്തിയതാണ്. ആ ഒരു ബോധ്യം ഉണ്ടാകുമ്പോൾ വിശ്വാസിക്ക് കിട്ടുന്ന ഒരു സമാധാനമുണ്ട്. അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പറയാ, മാ അസ്വാബ മിൻ മുസീബത്തിൻ ഇല്ലാ ബിഇദ്നില്ലാ, അള്ളാഹുവിന്റെ അനുവാദ പ്രകാരമല്ലാതെ യാതൊരു വിപത്തുകളും സംഭവിക്കുന്നില്ല. വമൻ യുഅ്മിൻ ബില്ലാഹി യഹ്ദി ഖൽബഹു, ആരാണോ അല്ലാഹുവിൽ വിശ്വസിക്കുന്നത് അവന് അല്ലാഹു അവന്റെ കൽബിനെ ഹിദായത്തിലാക്കുന്നതാണ്. ഇത് പടച്ചോനൊന്നുമില്ല എന്ന് പറഞ്ഞാൽ ഓർക്കൊരു സമാധാനം ഉണ്ടാവില്ല. എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഓൻ എന്ത് സംഭവിക്കുമ്പോഴും ഇതിലെന്തോ ഒരു ഖൈറുണ്ട്. പടച്ചോൻ ഇപ്പൊ എനിക്ക് തന്നിട്ടുള്ള ഈ പരീക്ഷണം ഇതിനേക്കാൾ ഉത്തമമായത് പടച്ചോൻ എനിക്ക് തരും. ഞാൻ ഇവിടെ ക്ഷമിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അവിടെ ആ ലോകത്ത് എനിക്ക് എന്തുണ്ട് എനിക്ക് ലഭിക്കും. ആ ഒരു വിശ്വാസമായിരിക്കണം പ്രിയപ്പെട്ടവരുണ്ടാകുക. ആ വിശ്വാസം ഉണ്ടാവണമെങ്കിൽ നാലാമത്തെ കാര്യം കൂടി ഉണ്ടാവണം. ഈ ദുനിയാവ് ഏത് സമയത്തും നശിച്ചു പോകാം, നമ്മുടെ ജീവിതത്തിൽ ഏത് സമയത്തും മരണം സംഭവിക്കാം എന്നുള്ള ബോധ്യം.
ആ ബോധ്യം ഉണ്ടെങ്കിൽ തന്നെ ഒരു പരിഹാരമാണത്. എല്ലാ തെറ്റുകളും നമ്മൾ മാറി നിൽക്കും. ഞാൻ ആ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കെ ഞാൻ മരിച്ചുപോയ എൻ്റെ അവസ്ഥ എന്താ? ഈ ദുനിയാവില് ഞാൻ എന്നൊന്നുമില്ല. ഞാൻ എന്തിനാ മറ്റുള്ളവനെ പ്രയാസപ്പെടുത്തുന്നത്? ഞാൻ എന്തിനാ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നത്? ആ ചിന്തയാ വിശ്വാസിക്കുണ്ടാവുക. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറഞ്ഞത്, ഖുൽ മതാഉദ് ദുനിയാ ഖലീൽ വൽ ആഖിറതു ഖൈറു ലിമൻ ഇത്തഖാ. നബിയെ പറയുക, ഈ ദുനിയാവിന്റെ വിഭവം എന്ന് പറഞ്ഞാൽ കുറച്ചുള്ളൂ. ഇവിടെ കാലാകാലം നിൽക്കണ ആരുമില്ല. വൽ ആഖിറതു ഖൈറു ലിമൻ ഇത്തഖാ. തഖ്വയുള്ള ആളുകൾക്ക്, അല്ലാഹുവിൽ സൂക്ഷ്മത പാലിച്ച് ജീവിക്കുന്നവർക്ക് ഖൈറായിട്ടുള്ളതുണ്ടല്ലോ, അത് പരലോകം. ആ പരലോക പ്രിയപ്പെട്ടവരെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കയറി വരണം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു ഉറപ്പുള്ള ഒരു കാര്യം, മരണത്തിന് ശേഷം ഒരു ജീവിതം ഉണ്ട് എന്ന ബോധ്യം നമുക്കുണ്ടോ, എല്ലാ തെറ്റുകളിൽ നിന്നും രക്ഷപ്പെടാൻ നമുക്ക് കഴിയും. നമ്മുടെ ജീവിതത്തിൽ സമാധാനം കിട്ടും. എന്താ എൻ്റെ എല്ലാം നഷ്ടപ്പെട്ടല്ലോ എന്ന് പറയുമ്പോൾ, ഇല്ല, ആ നഷ്ടപ്പെട്ടതിനൊക്കെ പകരം അള്ളാഹു നിനക്ക് പരലോകത്ത് തരും. നിന്റെ ജീവിതത്തിൽ എല്ലാ സമയത്തും നീ ഉണ്ടാക്കി മാറ്റിവെച്ചതെല്ലാം നിനക്ക് പോയാലും ശരി, അതിനൊക്കെ തുല്യമായത്, അതിനേക്കാൾ ഉത്തമമായത് പടച്ചോൻ നിനക്ക് തരും. ഈ ദുനിയാവ് ഏത് സമയത്തും നശിച്ചു പോകുന്നതാ. പ്രിയപ്പെട്ടവരെ, നമ്മളൊരു യാത്ര പോവുകയാണെങ്കിൽ, ഇപ്പൊ ഇവിടുന്ന് നമ്മൾ തൃശ്ശൂരിലേക്ക് പോവുകയാണ്. ഈ ആലത്തൂരിൽ നിന്ന് കയറുന്ന സമയത്ത് ഒരു പക്ഷേ സീറ്റ് കിട്ടിയില്ല എന്ന് വിചാരിച്ചോ? നമ്മൾ കയറിയ വാഹനത്തിൽ നല്ല തിരക്കുണ്ടെന്ന് വിചാരിച്ചോ? നമുക്കവിടെ എത്തണമെങ്കിൽ തീർച്ചയായും കുറച്ചൊക്കെ സഹിച്ചും ക്ഷമിച്ചും നമ്മൾ ഒറ്റക്കാലിലാണെങ്കിലും ആ ഒരു ബസ്സിൽ ഇങ്ങനെ പിടിച്ചു നിൽക്കും. കാരണം എനിക്ക് അവിടെ എത്തണം എന്നുണ്ട്. എൻ്റെ പല ആവശ്യങ്ങളും നിർവഹിക്കണമെങ്കിൽ അവിടെ എത്തണം. അവിടെ നമ്മൾ ക്ഷമിക്കാനും സഹിക്കാനും വിട്ടുവീഴ്ച ചെയ്യാനും കുറച്ച് സാവകാശം കാണിക്കാനും എല്ലാത്തിനും റെഡിയാകുമെങ്കിൽ ഈ ദുനിയാവിൻ്റെ വിഷയത്തിൽ ചിലതൊക്കെ നമുക്ക് നഷ്ടങ്ങൾ വരും, ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. പക്ഷെ ഒന്ന് പിടിച്ചു നിൽക്കുക. കുറച്ചു കാലമുള്ളൂ. ഒരു സമയമാകുമ്പോൾ നമ്മൾ ഇറങ്ങണം. ഈ ദുനിയാവെന്ന് ഇറങ്ങണം, പരലോകത്തേക്ക് നമ്മൾ കയറണം. ആ വിശ്വാസം നമ്മളിലുണ്ടെങ്കിൽ നമുക്കുള്ള ഒരു നഷ്ടവും നമുക്കൊരു പ്രയാസമായി തോന്നുകയില്ല. എല്ലാ അർത്ഥത്തിലും അള്ളാഹു ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ജീവിക്കാൻ ഞാനും നിങ്ങൾ പരിശ്രമിക്കുക. അതിന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കൽ അനുസരിച്ചുകൊണ്ടും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതശൈലി പിൻപറ്റിക്കൊണ്ടും ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പ്രകൃതി ദുരന്തത്തിൻ്റെ കാരണങ്ങളും പരിഹാരങ്ങളുമാണ് നമ്മൾ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൽ പരിഹാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിപ്പറഞ്ഞ ഒരു കാര്യമാണ് ജനങ്ങൾക്ക് നന്മ ചെയ്യുക എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണുവാൻ സാധിക്കും, അൽ മഅറൂഫ് ഇലന്നാസ്, ജനങ്ങൾക്ക് നന്മ ചെയ്യുക എന്നുള്ളത് യഖി സ്വാഹിബഹ മസാരി സൂ വൽ ആഫാത്ത് വൽ ഹലകാത്ത്. ജനങ്ങൾക്ക് നന്മ ചെയ്യുന്ന ഒരാൾക്ക് ആപത്തുകളും വിപത്തുകളും പരീക്ഷണങ്ങളൊക്കെ ഒരു സുരക്ഷ എന്നോണം അവനെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്നൊക്കെ ഒരു സംരക്ഷണം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നുകൂടി പറയാണ്, വ അഹ്ലുൽ മഅറൂഫി ഫിദ് ദുനിയാ, ദുനിയാവിൽ ആരാണോ നന്മ ചെയ്യുന്നത്, ഹും അഹ്ലുൽ മഅറൂഫി ഫിൽ ആഖിറ, അവനാണ് പരലോകത്തും നന്മ കിട്ടാൻ ഭാഗ്യം ലഭിക്കുന്നതാണ്. പരലോകത്ത് നമുക്ക് നന്മ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ദുനിയാവിലും നമ്മൾ നന്മ ചെയ്യണം. പ്രിയപ്പെട്ടവർ, ഈ ഒരു വാചകം പറയുമ്പോൾ ചില യാഥാർത്ഥ്യങ്ങളിലേക്ക് നമ്മളൊന്ന് വരേണ്ടതുണ്ട്. ഒരു പക്ഷേ തിങ്കളാഴ്ച രാത്രി വരെ എല്ലാ സൗകര്യവും ഉണ്ടായിരുന്ന പലരും തിങ്കളാഴ്ച ഒന്ന് ഇരുട്ടി വെളുത്തപ്പോഴേക്ക് ഒന്നുമില്ലാത്ത ആളുകളായിട്ട് മാറിയിട്ടുണ്ട്. പല മെസ്സേജ് കൂടെ നമ്മൾ കണ്ടു. കലക്ടറുടെയും മറ്റുമൊക്കെ ബിസ്ക്കറ്റ് വേണം, ബ്രെഡ് ആവശ്യമുണ്ട്, ഒരു ലുങ്കി ആവശ്യമുണ്ട്, ഏതാനും വസ്ത്രങ്ങൾ ആവശ്യമുണ്ട്. ഓരോന്നും ഇങ്ങനെ എഴുതിയത് ഇങ്ങനെ കാണുമ്പോഴേ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേക്കാണെങ്കിൽ നമ്മുടെ വീട്ടിൽ നമുക്കിപ്പോൾ സ്വന്തമായിട്ടൊരു വീടുണ്ട്, നമുക്ക് സ്വന്തമായിട്ട് റൂമുണ്ട്, അവിടെ കട്ടിലുണ്ട്, കിടക്കയുണ്ട്, അതിനടുത്ത് മേശയുണ്ട്, ഒരുപാട് വസ്ത്രങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. നമ്മൾ വലിയ ഭാഗ്യവാന്മാർ. എന്നാൽ
കഴിഞ്ഞ തിങ്കളാഴ്ച വരെ അത്തരത്തിൽ ഭാഗ്യം ഉണ്ടായിരുന്ന ആളുകൾ ഒരു പരീക്ഷണം വന്നപ്പോഴേക്ക് എല്ലാം നഷ്ടപ്പെട്ടു. അവർക്ക് സ്വന്തമായി വീടില്ല, അവർക്കൊരു വാഹനമില്ല. എന്തിന്? അവരുട്ടുടുത്ത വസ്ത്രമല്ലാതെ, ഒരു പക്ഷേ കീറിപ്പറിഞ്ഞ വസ്ത്രമല്ലാതെ അവർക്കൊന്നുമില്ല. തികച്ചും ശൂന്യതയിലേക്ക് എത്തിപ്പെട്ട അവസ്ഥയാണ്. ഇത് ഞാനൊരു പ്രസംഗത്തിന് വേണ്ടി പറയണതല്ല, നമ്മൾ സ്വയം പരിശോധിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ നിർത്തപ്പെട്ടാൽ എന്തായിരിക്കും അവസ്ഥ? കഴിഞ്ഞ വെള്ളിയാഴ്ചയും ഇതേ സമയം ഞാൻ പറഞ്ഞിരുന്നു, ഇതേ മിമ്പറിൽ വെച്ച് പറഞ്ഞിരുന്നു, നമുക്കൊരു പരീക്ഷണം വന്നാൽ, നമ്മുടെ ചുറ്റുഭാഗത്തും മലയുണ്ട് എന്ന് പറഞ്ഞിരുന്നു, നമുക്കും വെള്ളപ്പൊക്കം ഉണ്ടാകാമെന്ന് പറഞ്ഞിരുന്നു. നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. ചില അനുഭവങ്ങൾ നമ്മളും അനുഭവിച്ചില്ലേ പ്രിയപ്പെട്ടവരെ? അൽഹംദുലില്ലാ, വലിയ പരീക്ഷണം വരാതെ വീണ്ടും നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ തിരിച്ചു വന്നിട്ടുണ്ട്. എന്നാൽ സ്വന്തം വീടിന്റെ ഭാഗത്ത് മണൽക്കൂനകൾ മാത്രം, അല്ലെങ്കിൽ ഒരുപാട് ഡെഡ് ബോഡികൾ മാത്രമായി ഒരു പറ്റം ആളുകളുണ്ട്. നമ്മളുടെ കരങ്ങളിൽ നിന്ന് എന്ത് കിട്ടുന്നുണ്ടോ അത് മാത്രമാണ് ഇനി അവരുടെ ജീവിതം. തികച്ചും ഒറ്റപ്പെട്ടു പോയൊരവസ്ഥ. പ്രിയപ്പെട്ടവരെ, അവരെ സഹായിക്കേണ്ടത് നമ്മുടെ കടമയാണ്. അത് വെറും ഒരു വാചകത്തിൽ ഒതുക്കരുത്. നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം ചെയ്യാൻ പറ്റുമോ അത്രയും. കാരണം ഇന്ന് രാത്രി ഒന്ന് കഴിഞ്ഞ് നാളെ പകലാകുമ്പോ ഒരു പക്ഷേ അവര് കയറിയിട്ടുള്ളത് പോലെ ഒരു ദുരിത ക്യാമ്പിലേക്ക് നമ്മളും എത്തപ്പെടും. നമ്മുടെ മക്കളൊക്കെ മരണപ്പെട്ട് നമ്മുടേതെന്ന് പറയാൻ പറ്റുന്ന ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മളും എത്തപ്പെടാം. അത്രയും ദുർബലരാ നമ്മൾ. അവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വാചകം നമ്മൾ മനസ്സിലാക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് ഒരു മനുഷ്യൻ വന്നിട്ട് നബിയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ് അയ്യുന്നാസി അഹബ്ബു ഇലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലേ, അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ജനങ്ങളിൽ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആരെയാണ്? വഅയ്യുൽ അമാലി അഹബ്ബു ഇലല്ലാഹ്. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവർത്തനം എന്താ? ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, അഹബ്ബുന്നാസി ഇലല്ലാഹ് അൻഫഅഹും ലിന്നാസ്. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ജനങ്ങളിൽ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്ന ആളെയാണ്, ജനങ്ങൾക്ക് ഉപകാരിയായിട്ട് ജീവിക്കുന്ന ആളെയാണ് അള്ളാഹ്ക്ക് ഇഷ്ടം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അവർക്ക് സഹായങ്ങൾ ചെയ്യുന്നതിന്റെ പ്രാധാന്യം, അവരുടെ ബുദ്ധിമുട്ടുകൾ നീക്കിക്കൊടുക്കുന്നതിന്റെ പ്രാധാന്യം, അവരെ സഹായിക്കുന്നതിന്റെ പ്രാധാന്യം എത്രത്തോളം എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം കൂടി പറഞ്ഞു. നമ്മൾ ഏറെ പോരിശിയാക്കപ്പെട്ട പള്ളികൾ എണ്ണുമ്പോൾ അതിൽ രണ്ടാം സ്ഥാനം മസ്ജിദുൽ ഹറം കഴിഞ്ഞാൽ പിന്നെ രണ്ടാം സ്ഥാനമുള്ളതാണ് മസ്ജിദുൻ നബവി, നബിന്റെ പള്ളി. ആ നബിന്റെ പള്ളിയിൽ ഇരുന്നിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണത്, ആ പള്ളിയിൽ ഒരു മാസക്കാലം നീ ഇഅ്തികാഫ് ഇരിക്കുന്നതിനേക്കാൾ നിനക്ക് പുണ്യം കിട്ടുന്ന ഒരു കാര്യം പറഞ്ഞില്ല. നിന്റെ സഹോദരൻ ഒരു ആവശ്യമുണ്ട്, ആ ആവശ്യത്തിന് വേണ്ടി നീ ഇറങ്ങാന്ന് പറഞ്ഞാല്, അവന്റെ കൂടെ നീ ഒന്ന് ഇറങ്ങാന്ന് പറഞ്ഞാല് ഒരു മാസം മദീന പള്ളിയിൽ ഇഅ്തികാഫ് ഇരിക്കുന്നതിനേക്കാൾ പുണ്യമാണ്. സുബ്ഹാനല്ലാഹ്, എത്ര വലിയ ഭാഗ്യവാന്മാരാണ് നമ്മൾ. വലിയ വലിയ പുണ്യങ്ങൾ നേടിയെടുക്കാൻ പറ്റുന്ന ആളുകൾ. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നതിന് തുല്യമായിട്ട് പറഞ്ഞെന്താണെന്നറിയോ? അസ്സാഇ അലൽ അർമലതി വൽ മിസ്കീൻ. ഒരു വിധവക്ക് അവരുടെ കാര്യം നിർവഹിക്കാൻ വേണ്ടിയിട്ട്, അവർക്ക് സാമ്പത്തികമായി സഹായിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു മിസ്കീനായ ഒരാൾക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട്, അതിനൊക്കെ വേണ്ടി നിങ്ങൾ ഇറങ്ങുകയാണെങ്കിൽ കൽ മുജാഹിദി ഫീ സബീലില്ലാഹ്, അള്ളാന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നതിന് തുല്യമാണ്. അവിടെ അവസാനിപ്പിച്ചില്ല. രാത്രി മുഴുവൻ നിന്ന് നമസ്കരിക്കുന്ന, പകലിൽ മുഴുവൻ നോമ്പെടുക്കുന്നതിന്റെ പ്രതിഫലം നിനക്കതിൽ കിട്ടും. വെറും പള്ളിയിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ടവരല്ല വിശ്വാസി. വെറും ഒരു നിസ്കാരവും നോമ്പും മാത്രം നിർവഹിച്ച് മാറേണ്ടവരല്ല വിശ്വാസി. അവനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പുണ്യങ്ങളുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മളെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ, അതൊരിക്കലും നമ്മുടെ വീട്ടിലെ വേസ്റ്റ് കൊടുക്കാനുള്ളവരല്ല അവരട്ടോ. സാന്ദർഭികമായിട്ട് പറയാ, ചില ആളുകളൊക്കെ വീട്ടിൽ ആരും ഉപയോഗിക്കാതെ ഏതോ ഒരു മൂലയിൽ കെട്ടുകണക്കിന് വെച്ചിട്ടുള്ള വസ്ത്രങ്ങൾ എടുത്തുകൊണ്ട് ഇത്തരത്തിലുള്ള ആളുകൾക്ക് കൊടുക്കുന്നവരുണ്ട്. പ്രിയപ്പെട്ടവർ, ഒന്ന് നമ്മുടെ ഈമാനൊന്ന് അളക്കണം. നമ്മൾ എന്തൊരു മനുഷ്യന്മാരാ നമ്മളാണ് അങ്ങനെ വന്നതെങ്കിൽ നമ്മൾ എന്താണ് ആഗ്രഹിക്കുക? മറ്റൊരുത്തന്റെ വേസ്റ്റ് ആണോ നമ്മൾ ആഗ്രഹിക്കുക? ഒരു നല്ല വസ്ത്രം കൊടുക്കാൻ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് സാമ്പത്തികമായിട്ടാണെങ്കിലും എങ്ങനെയാണെങ്കിലും അത് നമ്മൾ ചെയ്യണം. ഇൻഷാ അല്ലാഹ് ഇന്ന് ഖുതുബ കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ അതിൻ്റെ ഒരു കളക്ഷൻ ഉണ്ടാകും. ഞാൻ ഈ മിമ്പറിൽ വെച്ചുകൊണ്ട് തന്നെ പറയുന്നത് അതിൻ്റെ പ്രാധാന്യം അത്രത്തോളം ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ്.
അത്രയും ഗൗരവപ്പെട്ടത് എന്താണോ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അത്രയും അതിൻ്റെ മാക്സിമം നമ്മൾ ചെയ്യണം. കാരണം ഒരു പരീക്ഷണം നമ്മളിലേക്കും കടന്നു വരാം. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. ഒരുപാട് ആളുകൾ പ്രാർത്ഥന കൊണ്ട് വസിയത്ത് നൽകിയിട്ടുണ്ട്. എല്ലാവരുടെയും പ്രാർത്ഥനകൾ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരുടെ എല്ലാം പ്രയാസങ്ങളും ദുരിതങ്ങളും അള്ളാഹു നീക്കി കൊടുക്കുമാറാവട്ടെ. എല്ലാ അർത്ഥത്തിലും സമാധാനം നൽകുമാറാവട്ടെ. പരിപൂർണമായ സൗഖ്യവും സമാധാനവും അള്ളാഹു ഈ ഒരു നാടിന് നൽകുമാറാവട്ടെ. സമാധാനമുള്ളൊരു ജീവിതം നൽകുമാറാവട്ടെ. ഈ ലോകത്തും പരലോകത്തും നമുക്ക് സ്വസ്ഥതയും സമാധാനവും അല്ലാഹു നൽകുമാറാവട്ടെ. മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടി മരിക്കുന്ന ആളുകളിൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കുന്ന ആളുകളിൽ അല്ലാഹു നമ്മെ വരും ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു സ്വർഗ്ഗം നൽകുമാറാവട്ടെ. നമ്മുടെ മക്കളെ അല്ലാഹു സ്വാലിഹായ സന്താനങ്ങളാക്കി മാറ്റുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിർ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിൽ ഹജാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.